ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ യാത്രയാക്കുന്ന ഇന്ന് പിതൃവേദി തിയേറ്റേഴ്സ് സ്നേഹപുരസ്സരം കാഴ്ചവെക്കുന്നു ഒരു കഥാശില്പം. കഥ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും പല കഥാപ്രസംഗ വേദികളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത കാതികൻ ശ്രീ പച്ചക്കുളം വാസു. സഹൃദയരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, അമ്മ പെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അരുമയായ കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കായി ഞാൻ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത ഒരു വിനോദകഥ പാറയിൽ പണിത പള്ളി. കഥകളല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥകളല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. സന്തോഷം തിങ്ങും ഈ പാരീഷിൽ നിന്ന് ഞാൻ മൂടോടെ മാറ്റി പറിച്ചതാണ് കഥ. സന്തോഷം തിങ്ങും ഈ പാരീഷിൽ നിന്ന് ഞാൻ മൂടോടെ മാറ്റി പറിച്ചതാണ് കഥ. ഗതയാണ് പാറയിൽ പണിത പള്ളി. പാറയിൽ പണിതാലും പറമ്പിൽ പണിതാലും ഈ പരിപാടി വേഗം തീർത്തേക്കണം. കറക്റ്റ് 1 മണിക്ക് ഫുഡ് കൊടുക്കാനുള്ളതാണ്. ഓ ശരി സാർ, ശരി സാർ. നമുക്ക് ഗത തുടങ്ങാം. നമ്മുടെ ഈ ഗത നടക്കുന്നത് മലകളും പാറുകളും നിറഞ്ഞ മലബാറിലാണോ? അല്ല. ആലുകളും പുഴകളും നിറഞ്ഞ ആലപ്പുഴയിലാണോ? ഈ കഥ നടക്കുന്നത് കോൺക്രീറ്റ് വനങ്ങളും ട്രാഫിക് ബ്ലോക്കുകളും നിറഞ്ഞ മാളുകളും പബ്ബുകളും നിറഞ്ഞ ബാംഗ്ലൂർ മഹാനഗരത്തിൽ. അതാ അങ്ങോട്ട് നോക്കൂ. ജഗസത്രപുഴ മതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ജഗസത്രപുഴയുടെ കോറമംഗലയിലാണ് കഥ നടക്കുന്ന പാറയിൽ പണിത പള്ളി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഏത് പാറയിലാണ് പള്ളി പണിതത്. അത് മറ്റാരുമല്ല സഹൃദയരെ, ഈ ഇടവകയുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം പാറയിൽ അച്ഛൻ. അതെ, നമ്മുടെ ഫാദർ തോമസ് പാറയിൽ. അങ്ങനെ പാറയിൽ പണിത പള്ളിയാണ് കോറമംഗല മേരി മാത പള്ളി. ഈ പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ അവൾ സുന്ദരിയാണ്, സുശീലയാണ്, ഇടവകക്കാർക്ക് പ്രിയങ്കരിയാണ്. പിന്നെ ഇവിടെ വരാന്തയിൽ നിന്നാൽ ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ സാറേ അതെ ചേട്ടൻ, ഇവിടെ തോമസ് അച്ഛന്റെ യാത്രയപ്പ സമ്മേളനം നടക്കുക. നലമുണ്ടാക്കരുത്. അയ്യോ, തോമസ് അച്ഛൻ പോവാണ്. അപ്പോ ചെണ്ടായിക്കോട്ടോ. ഓ, ഇത്ര വലിയ ശല്യമായല്ലോ. പിന്നെ ക്രിസ്മസ് കറോളിന് പിന്നെ ചെണ്ടായിക്കോട്ടോ. അറിയാമേലായിട്ട് ചോദിക്കുക. താരാരുവ? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക. താൻ ഏതാണ്? അപ്പൊ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. പിന്നെ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും തോമസ് അച്ഛൻ ആരാണെന്നും. ഇത് വലിയ തൊല്ലയായല്ലോ. ഇവിടെ ആരുമില്ല കേട്ടോ എന്നെ ലാത്തിയെ പിടിച്ച് പുറത്താക്കാൻ. എടോ, ഈ തോമസ് അച്ഛനെ എനിക്കറിയുന്ന പോലെ തനിക്കൊന്നും അറിയില്ല. എനിക്കൊരു കാര്യമുണ്ട്. കഴിഞ്ഞ മിഷൻ സന്ധ്യക്ക് തോമസ് അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു. 2000 രൂപ ലേലം വിളിക്കണമെന്ന് പറഞ്ഞു. 1ാം സമ്മാനം ഒരു ഫുള്ള് കുപ്പി പാലെന്ന് പറഞ്ഞു. അടിച്ച് കുട്ടിയായാലും ഞാൻ ഒരു ഫുള്ള് കുപ്പിത്തെ മാത്രമേ കേട്ടോളൂ. 2000 രൂപ ചാടി വിളിച്ചു. എന്നിട്ട് സമ്മാനം കിട്ടിയത്
ഒരു കുപ്പി പാല്, അതും പിഴിഞ്ഞ പാല്. ഒരു ഫുള്ള് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കുപ്പി പാല് തന്നങ്ങനെ എനിക്ക് ഇപ്പം കാണും. എന്റെ 2000 രൂപ എനിക്ക് ഇപ്പം കിട്ടി. ചക്കാത്തി അലമുണ്ടാക്കരുത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞങ്ങൾ തൽക്കാലം ഈ പരിപാടി ഒന്ന് നടത്തട്ടെ. നിങ്ങളും സമാധാനമായിട്ടുണ്ട് നിൽക്കൂ. അച്ഛൻ ഈ പരിപാടി കഴിയുമ്പോഴേക്കും എത്തും. നമുക്ക് കഥ തുടരാം. മേരിമാത പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ മാണ്ഡ്യരൂപതയിൽ മാതാവിൻ നാമത്തിൽ കോരമംഗലയിലെ പള്ളി ഇതാണ് മേരിമാത പള്ളി. ഇടവകക്കാരുടെ പിന്തുണയോടെ പാറയിൽ പണിതൊരു പള്ളി ഇതാണ് മേരിമാത പള്ളി. ಏನಿಷ್ಟು ಕ್ರೌಡು, ಏನಿಷ್ಟು ಸೌಂಡ್ ಇದೆ, ಏನ್ ಮಾಡ್ತಾ ಇದೀಯ ಇಲ್ಲಿ? ಏನಪ್ಪ ತಬಲ ಕಿಟ್ಲೆಲ್ಲ ಎತ್ಕೊಂಡು ಹೇಳಯ್ಯ. സാറ് ചോദിച്ചത് കേട്ടിട്ടാ പറയാ. ಯಾಕ ಅವನು ಹೊಡಿತಾ ಇದೀಯಾ? അതൊരു ഫ്ലോയിൽ അടിച്ചതാ സാറേ. ಜಾಸ್ತಿ ಜೋರೆಲ್ಲ ಬೇಡ ಇಲ್ಲಿ. ಕಪ್ಪಾಳಿಗೆ ಹಾಕ್ಬಿಟ್ರಿ ನೋವ್ಸ್ದೆ ಮಗನೇ. ಹೋಗು. ಏನ್ ಮಾಡ್ತಾ ಇದೀಯ ಇಲ್ಲಿ? സർ, ഇതിവിടെ തോമസ് അച്ഛന്റെ യാത്രയപ്പ് തുടങ്ങുകയാണ്. ಓ, ತಾಮಸ್ ಪಾತ್ರ ಹೋಗ್ತಾ ಇದ್ದಾರಾ? ಆ ದೊಡ್ಡ ಪಾತ್ರ ತಾನೇ, ಅವರಿಗೆ ಸ್ವಲ್ಪ ಭೇಟಿ ಆಗ್ಬೇಕು. എന്താണ് സർ? ಫಾದರು ನಮಗೆ ಸ್ವಲ್ಪ ದುಡ್ಡು ಕೊಡ್ಬೇಕು. കാശോ? അച്ഛനോ? ഇനി അച്ഛൻ വിശ്വാസം ഉണ്ടാക്കി പോലീസുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. എന്താ സാർ പ്രശ്നം? ನೀ ಯಾರಪ್ಪ? ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സാണ് സാർ. ಲಾಸ್ಟ್ ಫೀಸ್ದು ಪ್ರೊಸೆಷನ್ದು ಸ್ವಲ್ಪ ದುಡ್ಡು ಬರಬೇಕು. ಫಾದರ್ ಹೋದ್ರೆ ದುಡ್ಡು ಸಿಗಲ್ಲ. ಫಾದರ್ನ ಸ್ವಲ್ಪ ಕರೆ, ಅವರನ್ನ ಭೇಟಿ ಮಾಡಬೇಕು. സാർ ഈ പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ, അച്ഛൻ ഉടനെ വരും. ಅವ್ರು ಬರ್ತಾರಾ? ಆದ್ರೆ ನಾವು ವೇಟ್ ಮಾಡ್ತೀವಿ. നമുക്കിതവിടെ കഥ തുടരാം. അങ്ങനെ ഇടവകക്കാരുടെ പിന്തുണയോടെ തോമസ് അച്ഛനും സെബാസ്റ്റ്യനും മുന്നിൽ നിന്ന് നയിച്ചാണ് മേരിമാത പള്ളി പണി പൂർത്തിയാക്കിയത്. നമ്മുടെ തോമസ് അച്ഛൻ സ്ഥലം മാറി പോകണമെന്ന് കേട്ടു, ശരിയാണോ? അതെ, ശരിയാണ്. അച്ഛന്റെ യാത്രയപ്പ് സമ്മേളനമാണ് നടക്കുന്നത്. അതെങ്ങനെ ശരിയാവാ? അച്ഛനെ അങ്ങനെ വിടാൻ പറ്റില്ല. അല്ല സാർ, സാർ ആരാണ്? സാറും മിഷൻ സെന്റർ ലേലം വിളിക്ക് കാശ് കൊടുത്തോ? നോ 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 നോ, ഐ ആം ദ ബ്രാഞ്ച് മാനേജർ ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പള്ളി പണിക്ക് ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടച്ചു തീരാതെ അച്ഛനെ വരുന്ന പ്രശ്നമില്ല. സെബാസ്റ്റ്യൻ അച്ഛൻ പോയപ്പോൾ തോമസ് അച്ഛൻ അവിടെ ഉണ്ടാവും, എല്ലാം നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ തോമസ് അച്ഛൻ പോവാണ്, അത് ശരിയാവില്ല. തോമസ് അച്ഛനെ വിളിച്ച്. അല്ല സാറേ, ഞാനിവിടെ കഥാപ്രസംഗം പറയാൻ വന്നതാണ്. എനിക്ക് ഈ കഥയൊന്നും അറിയില്ല. ഇവിടെ ട്രസ്റ്റിമാരും പ്രശ്നമൊന്നുമില്ലേ? അല്ല സാർ, സാർ എന്താ ഇവിടെ? തോമസ് അച്ഛൻ പോവാണെന്ന് കേട്ടു. ആ അതെ, അച്ഛന് ട്രാൻസ്ഫർ ആണ്. അത് ശരി, അച്ഛൻ ബാങ്ക് ലോണും തീർക്കാണ്ടാണോ പോണത്? ഹൗ ഡു യു പ്ലാൻ ടു ക്ലോസ് ദ ബാങ്ക് ലോൺ? ഐ വാണ്ട് ടു സീ ഫാദർ തോമസ് റൈറ്റ് നൗ. സാർ അറിഞ്ഞില്ലേ, ഞങ്ങൾ ലോണെല്ലാം അടച്ചു തീർത്ത് അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം മുമ്പ് പെൻഡിങ് എമൗണ്ട് അടച്ച് ലോൺ ക്ലോസ് ചെയ്തിരുന്നു. സാർ അറിഞ്ഞില്ലേ? ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ലേ? അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അത് കൊള്ളാം, സിബി തമാശ പറയണം. അല്ല സാർ, സത്യമായി സാർ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതാ ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടി. Oh really? I'm sorry. I was on a long vacation. ഞാൻ അറിഞ്ഞില്ല. ഒരു പരിചയക്കാരനാണ് പറഞ്ഞത് അച്ഛൻ്റെ സ്ഥലം മാറ്റാണെന്ന്. ലോണിന്റെ കാര്യം ചോദിക്കാനാണ് ഓടി വന്നത്. എവിടെയാ അച്ഛൻ? Can I please meet him? അതിനെന്താ, ഈ പരിപാടി തീരുമ്പോഴേക്കും അച്ഛനെത്തും. അപ്പൊ കാണാമല്ലോ. എന്റെ സാറേ, ഞാൻ ഈ പരിപാടി ഒന്ന് തീർത്തോട്ടെ പ്ലീസ്. അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ വായിലിരിക്കുന്നു ഞാൻ കേൾക്കേണ്ടി വരും. എടോ, തന്റെ കഥ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും സാറേ, രണ്ടും ഇപ്പൊ കഴിഞ്ഞാൽ തനിക്ക് കൊള്ളാം. താൻ ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ നിർത്തിക്കണം, അല്ലെങ്കിൽ തന്റെ കഥ ഞാൻ കഴിക്കും. ആൾറെഡി ലേറ്റ് ആയി, ഫുഡ് കൊടുക്കാൻ വൈകും. അല്ല സാറേ, ഒരേ ഒരു
ഇനി ഒട്ടും സമയമില്ല, ഇപ്പൊ നിർത്തിക്കണം. എടാ കഥ പറഞ്ഞ തീർക്കടാ. നിന്റെ കഥ തീർന്നാലേ തോമസ് അച്ഛൻ വരുള്ളൂ. ഇനി താൻ കഥ പറയാൻ വായ തുറന്ന താൻ എന്റെ വാങ്ങിക്കും. നീ കഥ പറയണം. പറയരുത്. പറയണം. സൈലൻസ്. വായി മുച്ച മകന് എങ്ങനെ പഠിത്തില്ല. എനിക്ക് തോമസ് അച്ഛനെ കാണണം. എന്റെ 2000 രൂപ എനിക്ക് വേണം. അല്ലെങ്കിൽ തോമസ് അച്ഛനെ ഇവിടുന്ന് വിടണ്ട. ಹಂಗಾದ್ರೆ ಥಾಮಸ್ ಫಾದ್ರೆ ಇಲ್ಲಿಂದ ಕೆಲಸ ಬೇಡ, ಅವಾಗ ಪ್ರಾಬ್ಲಮ್ ಸಾಲ್ವ್ ಆಗುತ್ತಲ್ಲ. ആ അത് മതി. നമുക്ക് തോമസ് അച്ഛനെ ഇവിടുന്ന് വിടണ്ട. സാറേ, ബിഷപ്പിനെയോ പോപ്പിനെയോ ആരെങ്കിലും വിളിച്ച് നമുക്ക് തോമസ് അച്ഛനെ ഇവിടെ തന്നെ നിർത്തണം. ഇതാകെ പണി പാളുന്ന ലക്ഷണമാണല്ലോ. ആകെ പ്രശ്നമാവുന്നാ തോന്നണേ. അച്ഛനെ തന്നെ വിളിക്കാം. അച്ഛൻ വന്നിട്ട് സോൾവ് ചെയ്യട്ടെ. ഹലോ അച്ഛാ. നമസ്കാരം. എന്താ വിശേഷം? അച്ഛൻ ഇവിടം വരെ ഒന്ന് വരണം കേട്ടോ. എന്ത് വെച്ചിരിക്കേണ്ട? ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അച്ഛൻ ഒന്ന് സൈക്കോളജിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എന്താ സൈക്കോളജിക്കൽ അപ്രോച്ച് വേണം? എന്താ പറ്റിയത്? എന്താണ് കാര്യം? ചെറിയൊരു പ്രശ്നം അച്ഛാ, പക്ഷെ അത് ഗുരുതരമാകുന്നതിന് മുമ്പ് അച്ഛനൊന്ന് വരുന്നതായിരിക്കും നല്ലത്. വേഗം ഒന്ന് വാ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വരാം. നമുക്കൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് സ്വീകരിക്കാം. ഹലോ, അത് ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാന്നേ. അച്ഛൻ വരും, എല്ലാം ശരിയാവും. അച്ഛൻ ഇവിടുന്ന് പോണ്ടെന്നാ എല്ലാരും പറയുന്നത്. അച്ഛനെ ഇവിടുന്ന് വിടൂലെന്ന് പറഞ്ഞാ ഇവരെല്ലാം ബഹളം വെക്കുന്നേ. അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ. അത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. കർമാരാമിലോട്ട് ഇങ്ങനെ മാറിപ്പോകുന്നത് വലിയ ദൂരമൊന്നുമല്ലോ. നിങ്ങളുടെ വികാരമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ സഭ, പ്രത്യേകിച്ച് രണ്ടാമത്തിനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അനുസരിക്കണ്ടേ. എനിക്ക് പോകാതെ പറ്റില്ല. പിന്നെ അധികം ദൂരമൊന്നുമല്ല പോകുന്നത്. 5 കിലോമീറ്റർ. വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലം തന്നെയല്ലേ. നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഓടി വന്നിരിക്കും. അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. തോമസ് അച്ഛൻ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങൾക്കറിയോ, ധർമ്മരാമിന്റെ സിഇഒയുടെ ജോലിയാണ്. എന്തായാലും നമ്മുടെ പള്ളി രാശിയുള്ള ഒരു പള്ളിയാണ്. ഇവിടുന്ന് പോകുന്നവരൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് തന്നെയാ പോകുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കണം. നമുക്ക് അച്ഛനെ തടയണ്ട. എല്ലാവരും കൂടി സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കാം. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. അതെ അതെ, അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. അച്ഛൻ തീർച്ചയായും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരണം. അത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ശിവചേട്ടാ, നിങ്ങൾ പറഞ്ഞ വരാതിരിക്കാൻ പറ്റുമോ? നമ്മള് ഒരു 1-2 വർഷത്തെ അല്ല, 15 വർഷത്തെ സ്നേഹബന്ധമല്ലേ. ദേവിമാത നമ്മുടെ കുടുംബമല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. Hare Krishna, Hare Krishna, Hare Krishna, Hare Krishna,